ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർ വിചാരിക്കുന്നത് അമിതമായ പലിശയും ചാർജുകളും അമിതമായ ഉപയോഗവും മൂലം നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡ് എന്നാണ്. എന്നാൽ അച്ചടക്കത്തോടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കടമില്ലാത്തപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിനും ബാങ്കുകളിൽ നിന്നും ലോണുകൾ ലഭിക്കുന്ന ക്രെഡിറ്റ് പരിധി കൂട്ടുന്നതിനും കാർഡുകളുടെ ഓഫറുകളും നിബന്ധനകളും മനസ്സിലാക്കി ഉപയോഗിക്കുകയും ചെയ്താൽ റിവാർഡ്സ് പോയിന്റുകളിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്ന കാർഡുകളാണ് യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മിക്ക ബാങ്കുകളും റുപ്പേ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള റുപ്പേ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ UPI ആപ്പുകളുമായി ലിങ്ക് ചെയ്ത് പണമിടപാട് നടത്തുവാനും സാധിക്കും. ഇത്തരത്തിൽ 50 ദിവസം പലിശരഹിത ഉപയോഗം നടത്താൻ സാധിക്കുന്ന HDFCയുടെ ക്രെഡിറ്റ് കാർഡാണ് HDFC UPI റുപ്പേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ കാർഡ് റുപ്പേ കാർഡാണ്. അതുകൊണ്ട് നമുക്ക് ഏത് UPI ആപ്പുമായി ലിങ്ക് ചെയ്ത് നമുക്ക് 50 ദിവസം വരെ പലിശ ഇല്ലാതെ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റ്, ഡൈനിങ് ചെലവുകൾ, HDFCയുടെ പേസ ആപ്പ്, മൊബൈൽ ആപ്പ് എന്നിവയിലേക്ക് കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ 3% ക്യാഷ് പോയിന്റുകൾ ഒരു മാസത്തിൽ പരമാവധി 500 പോയിന്റുകൾ വരെ നമുക്ക് ഇതിലൂടെ നേടാനും സാധിക്കും. ഇവിടെ ഒരു ക്യാഷ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയാണ്. അപ്പോൾ നമുക്ക് ഒരു മാസം 125 രൂപ വരെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതിനു പുറമെ യൂട്ടിലിറ്റി ചെലവുകൾക്ക് 2% ക്യാഷ് പോയിന്റും പരമാവധി 500 പോയിന്റ് ഒരു മാസത്തിൽ ഇതിന്റെ കൂടെ ലഭിക്കുന്നു. അത് കൂടാതെ മറ്റ് ചെലവുകൾക്ക് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് വാടക കൊടുക്കുന്നത്, വാലറ്റുകൾ ലോഡ് ചെയ്യുന്നത്, കാർഡ് ഉപയോഗിക്കുന്നത്, പെട്രോൾ പോലുള്ള ഫ്യൂലുകൾ നിറയ്ക്കുന്നത് തുടങ്ങിയവയ്ക്ക് 1% ക്യാഷ് പോയിന്റും നമുക്ക് ലഭിക്കും. ഇവയെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം 1500 ക്യാഷ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഇവ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം 375 രൂപ അധികം ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുമ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് റിവാർഡ്സ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ഇതൊരു മാസത്തിൽ 50,000 ക്യാഷ് പോയിന്റ് എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിവാർഡ്സ് പോയിന്റുകളെല്ലാം HDFC ബാങ്കിന്റെ ആപ്പ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ റിഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. മിനിമം 500 ക്യാഷ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിലും ഇത് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു വർഷം 25 രൂപയിൽ കൂടുതൽ കാർഡ് ഉപയോഗിച്ച് ചെലവാക്കി കഴിഞ്ഞാൽ വാർഷിക ഫീസും കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഈ കാർഡ് ലഭിക്കുന്നതിനുള്ള ജോയിനിങ് ഫീസ് എന്ന് പറയുന്നത് 250 രൂപ പ്ലസ് GST ആണ്. അതുപോലെ വാർഷിക ഫീസ് വരുന്നത് 250 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ നമ്മളൊരു വർഷത്തിൽ 25,000 രൂപയുടെ ഇടപാട് നടത്തി കഴിഞ്ഞാൽ ഈ വാർഷിക ഫീസായിട്ട് വരുന്ന 250 രൂപ പ്ലസ് GST നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള HDFC റുപ്പേ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും കാർഡിന് അപ്ലൈ ചെയ്യാമെങ്കിലും 21 വയസ്സ് മുതൽ 60 വയസ്സിനിടയിലുള്ള ബാങ്കിൽ സാലറി ക്രെഡിറ്റ് ആവുന്നവർക്കാണ് ഏറ്റവും കൂടുതലും ഇത് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ഉണ്ടെങ്കിലോ നിങ്ങളുടെ ശമ്പളം ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HDFC ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് HDFC ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഈ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം. സെൽഫ് എംപ്ലോയ് ആയിട്ടുള്ളവർക്കും ഈ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ബാങ്കിൽ സ്ഥിരമായിട്ട് സാലറി ക്രെഡിറ്റ് ആയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷെ വാർഷിക വരുമാനം 6 ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ മാസം 20,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമോ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചാലും മതി. മാത്രമല്ല നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിനുള്ള പരിധിയായ സിബിൽ സ്കോർ 750 മുകളിൽ ഉണ്ടായിരിക്കുകയും കൂടെ വേണം. കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്: ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഇൻകം പ്രൂഫ്. അതായത് ഐഡന്റിറ്റി പ്രൂഫായിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അഡ്രസ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് ടെലിഫോൺ ബില്ല്, നമുക്ക് അതുപോലെ തന്നെ പാസ്പോർട്ട്, ഇലക്ട്രിസിറ്റി ബില്ല്, റേഷൻ കാർഡ്, അതുപോലെ വാടക എഗ്രിമെന്റ്, ആധാർ കാർഡ് തുടങ്ങിയ നമുക്ക് ഉപയോഗിക്കാം. ഇൻകം പ്രൂഫായിട്ട് നമ്മൾ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 3 മാസത്തെ സാലറി സ്ലിപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാർഡിന് അപ്ലൈ ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ 1860266033 എന്ന നമ്പറിൽ വിളിച്ച് പിൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും UPI ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം കാർഡ് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ച്ചിരിക്കുന്നവർക്ക് HDFCയുടെ ഏറ്റവും നല്ല ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണിത്. HDFC റുപ്പേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് കാർഡ് കൃത്യമായി ഉപയോഗിക്കുകയും ബില്ല് വരുമ്പോൾ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്ത റിവാർഡ്സ് പോയിന്റിലൂടെ നമുക്ക് പൈസ ലഭിക്കുന്നതാണ്. നമ്മുടെ സിബിൽ സ്കോർ കൂടുകയും ലോൺ എടുക്കുന്നതിനൊക്കെയുള്ള പരിധി വർദ്ധിക്കുകയൊക്കെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ